ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ ആർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഗൈസ്, ഇപ്പോൾ നമ്മളുണ്ടല്ലോ ഇന്നൊരു മൾട്ടിപ്ലെയർ കളിക്കാൻ പോലാണ് ആർക്ക് PvP. അപ്പോൾ ഇതാണ് നമ്മുടെ സർവർ PvP ബ്രൂട്ടലേഷ്യ ക്യാഷൽ 4x XP 3 ഹാർവസ്റ്റ്. ഇപ്പോൾ ഒരു സംഭവങ്ങളൊക്കെയാണ്. ഇന്ത്യൻ മൂൺലൈറ്റ് കിറ്റ് പ്ലസ് ലെവൽ 100. അപ്പോൾ ഈ ഒരു സർവറിലാണ് നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ജോയിൻ. ഓക്കെ, നമ്മൾ ജോയിൻ കൊടുത്തിട്ടുണ്ട്. PvP ആണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ PvP കളിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായിരിക്കും എന്ന് ഒന്നും എനിക്കറിയാൻ പാടില്ല. നമുക്ക് എന്തായാലും കയറി കളിച്ച് നോക്കാം. ഓക്കെ, ലോഡായി വരട്ടെ, എന്തായാലും ടൈം എടുക്കും. ഓക്കെ, നമ്മുടെ ക്യാരക്ടർ ക്രിയേഷൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം പേര് കൊടുക്കാം. പേരെടുത്തിട്ട് NC ഗെയിമിംഗ്. ഓക്കെ, നമ്മൾ NC ഗെയിമിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്ലൈ. ഇനി വേണ്ടത് നമുക്ക് ആള് മൊത്തം ചെറുതാക്കാം. ഫുള്ള് നമുക്ക് ചെറുതാക്കാം ആളിനെ. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇതൊന്ന് വേഗം സെറ്റ് ആയിട്ടും വരട്ടേട്ടാ ഗൈസ്. അപ്പോൾ നമ്മൾ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. ഇത് അടുത്ത് കിട്ടാം. നമ്മുടെ ആള് മൊത്തം നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഡൺ. ഒരു ഈസി നമ്മുടെ നോർമൽ ഇവിടെയൊക്കെ എനിമീസ് ഉണ്ടാവും തോന്നുന്നു കേട്ടോ. നമുക്ക് എന്തായാലും ഓക്കെ, ഈ ഒരു ഏരിയയിൽ തന്നെ സ്പോൺ ആവാം. സ്പോൺ PvP ആണ് ആദ്യമായിട്ടാണ് കളിക്കുന്നത്. ഞാൻ പിന്നെ അന്നൊരു പ്രാവശ്യം ആർക്കെങ്കിലും അതാ ഒരു സാധനം പറഞ്ഞു പോകുന്നു. അത് മൊത്തം കളറുള്ള ഡൈനോസർ ആണല്ലേ. ഓക്കെ. യെസ്, ഫൈനലി നമ്മളങ്ങനെ സ്പോൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറേ പേര് ബേസും കാലൊക്കെ ഉണ്ടാവും തോന്നുന്നു അടുത്ത് തന്നെ. നമുക്ക് നോക്കാം. വെൽക്കം ടു SV പ്ലേ ലെജിറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ലെവലപ്പ് വന്നിട്ടുണ്ട്. അതാ റൈറ്റിൽ മറ്റേ ജോയിൻ ചെയ്ത് കാണിക്കുന്നുണ്ടല്ലേ. കൊള്ളാം. ഗൈസ്, അപ്പോൾ ഞാനൊന്ന് ടപ്പ് ചെയ്യുന്ന പറഞ്ഞ് ലെവലപ്പ് ചെയ്തിട്ടും വരാം. അയ്യോ, ഇതെന്താ ഇത് സ്ക്രീൻ. ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും സ്പോൺ ആയിട്ടുണ്ട്. നമ്മുടെ ഗെയിം ചെറുതായിട്ടൊന്ന് ക്രാഷായി. ഇനിയിപ്പോൾ നമുക്ക് ലെവലപ്പ്. ഗൈസ്, തിളങ്ങുന്ന ഡിനോസറുകളൊക്കെ ഒമ്പോ. ചെറിയൊരു ലാഗ് ഉണ്ട് കേട്ടാ. ചെറിയൊരു ലാഗ് ഫീൽ ആകുന്നുണ്ട്. മിക്കവാറും ഗ്രാഫിക്സ് കുറക്കേണ്ടി വരും. ഓക്കെ ഗൈസ്, ഭയങ്കര ലാഗാണിട്ടത്. എൻ്റെ അമ്പോ, ഒരു മിനിറ്റ്, ഗ്രാഫിക്സ് ഒന്ന് കുറക്കട്ടെ കേട്ടാ. വീഡിയോ നമുക്ക് ഇത്ര ഇടാം, ഗ്രാഫിക്സ് അല്ലേ, ഇത്ര ഇട്ട് വെക്കാം. നമ്മളിപ്പോൾ ഇത്ര ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓടുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഇപ്പോൾ അത്യാവശ്യം കുറവുണ്ട്. ഞാനപ്പോൾ ഒന്ന് ഇതാണ് നോക്കിയേ, 135 ടറ. അതാ തിളങ്ങുന്നത് നോക്കുന്നത്. ഇതെന്ത് സാധനമാണിത്? ഓ, ഇതാണ് മറ്റേ ഈരി ഡൈനോസ്. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ സാധനം എനിക്കറിയാം. ഏട്ടാ മോനെ, കില്ലാടി സാധനം. ഗൈസ്, ഇത് അവിടേക്ക് ഉണ്ട് കേട്ടോ. മാപ്പ് നോക്കട്ടെ. മാപ്പിലപ്പോൾ നമുക്ക് ഓരോ ബെഡൊന്നും കാണാൻ പറ്റല്ലേ. ഞാനിപ്പോൾ എന്തായാലും ഒന്ന് ലെവലപ്പ് ചെയ്യട്ടെ. ലെവലപ്പ് ചെയ്തിട്ട് വരാം. ഞാനിവിടെ ഇപ്പം ക്രാഷ് ആകുന്നില്ല. ലെവലപ്പ് ആകട്ടെ കേട്ടോ. ഗൈസ്, നമ്മൾ ചത്ത് കേട്ടോ. ഞാൻ ഇവിടെ ലെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണേന്ന് അതിൻ്റെ ഇടയ്ക്ക് ആരാണ് വന്ന് റീസ്പോണിൻ 59 സെക്കൻഡാ. അടിപൊളി. അതെന്താ സാധനം അത്? ഞാനവിടെ ലെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആരോ വന്നിട്ട് തന്നെ യു ഡെഡ് എന്ന് പറഞ്ഞ് കാണിച്ച്. കിറ്റ് എന്താ? കിറ്റ് പ്ലസ് 100 ലെവൽ. കിറ്റ് എന്താ സാധനം? കിറ്റ് എന്ന് വെച്ചാൽ നമുക്കെല്ലാം തരുമോ? കിറ്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന മറ്റേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അല്ലേ, അതായിരിക്കും അല്ലേ. ഞാനിപ്പോൾ എന്തായാലും ഈ ഭാഗം ഒന്ന് സ്കിപ്പ് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും സ്പോൺ ആയിട്ടുണ്ട്. ഇപ്രാവശ്യം പ്രശ്നമൊന്നും ഇല്ലാത്തൊരു ഏരിയയിലാണ് തോന്നുന്നു കേട്ടോ. ഓക്കെ, ഇപ്രാവശ്യം അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാത്ത ഏരിയ. ഞാനൊന്ന് വേഗം ലെവലപ്പ് ചെയ്യട്ടെ. ലെവലപ്പ് ചെയ്ത് വെക്കണം നമുക്ക്. നേരത്തെ ഈ ലെവലപ്പ് ചെയ്യുന്ന സമയത്താണ് എന്നെ ആരാണ്ട് വന്ന് എന്നെ കൊന്ന്. ഞാൻ അറിഞ്ഞുകൂടി. ഞാൻ ഇവിടെ നിന്ന് ലെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. അതിൻ്റെ ഇടക്കാണ് ആരാണ്ട് വന്ന് കൊന്നത് തന്നെ ഗൈസ്. അപ്പോൾ നമ്മൾ ലെവലപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു ബെഡ് ഇടണം. ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിട്ട് ഒരു ബെഡ് പണിയണം. അല്ലെങ്കിലേ ബെഡ് പണിതതിന് ശേഷം നമുക്ക് ഒരു ടെറേനെ പിടിച്ചിട്ട് ഇവിടെ മൊത്തം ഒന്ന് കറങ്ങണം. അപ്പോൾ നമുക്ക് ബെഡ് പണിയാനായിട്ട് ഫസ്റ്റ് നമ്മുടെ സ്റ്റോൺ ഹാച്ചറ്റ് അൺലോക്ക് ചെയ്യുക. പിന്നെ ഒരു താച്ച് ഫൗണ്ടേഷൻ അൺലോക്ക് ചെയ്യുക. പിന്നെ ഒരു സിമ്പിൾ ബെഡ് കൂടെ അൺലോക്ക് ചെയ്യുക. ഓക്കെ, അത്ര സാധനങ്ങൾ മതി. പിന്നെ എന്താണ് വേണ്ടത്? ഓക്കെ, ഞാനിപ്പോൾ ഇത് എന്തായാലും വേഗം ഒന്ന് കളക്ട് ചെയ്തിട്ട് വരട്ടെ. അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ സ്റ്റോൺ പിക്ക് നമ്മളങ്ങനെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നമ്മുടെ സ്റ്റോൺ പിക്ക് ക്രാഫ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഫ്ലിൻറ്റ് എടുക്കണം. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ഇതെടുത്ത് ഹോട്ട് ബാൾ ഇടാം. എന്നിട്ട് കുറച്ച് ഫ്ലിൻറ്റ് വേണം, പിന്നെ താച്ചും വേണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലിൻറ്റും താച്ചും ഒന്ന് വേഗം കളക്ട് ചെയ്തിട്ട് വരാം. എന്നിട്ടാണ് നമുക്കൊരു ബെഡ് എവിടെയെങ്കിലും ഇടാനായിട്ട്. ബെഡ് ഇട്ടിട്ട് വേണം നമുക്ക് ഓടി എക്സ്പ്ലോർ ചെയ്യണം. എല്ലായിടത്തും പോകണം നമുക്ക്. ഇതിനകത്ത് ഹാർവസ്റ്റ് അവർ കൂടുതലാതെ തോന്നുന്നല്ലേ. പെട്ടെന്ന് കുത്തി കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതും പണിതേക്കാം. വെട്ടത്തിനിരിക്കട്ടെ അല്ലേ. ഈ ഒരു മൂലക്കെ കൊണ്ടുപോയി നമുക്ക് ബെഡ് ഇടാം. അതിന് നമ്മൾ തിരിച്ചു വരുമ്പോൾ ബെഡൊക്കെ കൂടെ ഉണ്ടാവുമോ എന്തോ ആർക്കറിയാം. ഓക്കെ, നമ്മളെല്ലാം ആവശ്യമുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ് ഇടണോ? ബെഡ് നമുക്ക് ഇടണ്ടല്ലേ.
ബെഡ് ഇട്ടിട്ട് വലിയ ആവശ്യമില്ല. എന്തായാലും നമ്മൾ ബെഡ് ഇട്ട് തന്നെ ഇവന്മാർ വന്ന് തന്നെ അത് മൊത്തം പൊളിച്ചോണ്ടും പോകും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബെഡ് ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഓടി നടക്കാം നമുക്ക്. എന്നിട്ട് അതോ റാപ്റ്റർ ഗൈസ്, ഇതിനകത്തുള്ള ജീവികൾ മൊത്തം അടിപൊളിയാണ് കേട്ടാ. പോയാ വരി ഇതാ പോകുന്നതാ, തിളങ്ങുന്ന കണ്ടാ, കൊള്ള സാധനം എന്തായാലും. ഓക്കെ ഗൈസ്, നമ്മൾ ഡിസ്കോഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഡിസ്കോഡിൽ കയറുക കേട്ടോ. ഡിസ്കോഡിൻ്റെ ഡിസ്കോഡിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിനകത്ത് കിടപ്പുണ്ട്. ഇതെന്താ ഇത്? ചാനലിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ എല്ലാവരും കയറി ജോയിൻ ആവാ. ഓ ഗൈസ് ദാ ബേസ് നിൽക്ക് നോക്ക്. ഒമ്പോ അതോട് ഒരു ബോട്ടൊക്കെ ഉണ്ട് കേട്ടാ. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കയറി നോക്കട്ടെ, ബോട്ടിനകത്ത് എന്തെങ്കിലും ഉണ്ടാകും നോക്കാം. നമുക്ക് ഈ ബോട്ടിൽ നിന്നും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കിട്ടുമോ തോന്നുന്നു. ഇതിന് മുകളിൽ കയറാൻ പറ്റില്ല കേട്ടോ. അയ്യോ എന്നെ കൊന്ന്. യു ഡെഡ്. അതെങ്ങനെ ഞാൻ ചാവുന്ന കണ്ട? റീസ്പോൺ ഇൻ 50 അത്രയും സെക്കൻഡ് കണ്ട. ഞാൻ എന്തായാലും ഈ ഒരു ഏരിയ തന്നെ ഇറങ്ങട്ടെ. ഗൈസ്, ആ ബേസ് കണ്ടേ നിങ്ങൾ? നമുക്ക് അതിൻ്റെ അടുത്തുനിന്ന് പോയി നോക്കാം എന്താ സംഭവം എന്ന് അറിയണമല്ലോ. എന്താ ഞാൻ ചത്ത് പോകുന്ന? എന്താ വെറുതെ ചാവുന്ന? ആരെങ്കിലും വന്ന് കൊല്ലുന്നതാണോ അത്? എന്താണാവോ? ഞാൻ മറ്റേ റാഫ്റ്റ് എടുത്ത് പോയപ്പോൾ തന്നെ യു ഈസ് ഡെഡ് എന്ന് പറഞ്ഞു വന്നേക്കുന്നത്. എന്താണാവോ ഗൈസ്? അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഒരു ബേസ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഈ ഒരു ഏരിയ വെക്കാം അല്ലേ ബെഡ്. യു ഹാവ് ബിൽഡ് യുവർ ഫസ്റ്റ് സ്ട്രക്ചർ ഓൺലൈൻ, പ്ലീസ് ബി അവെയർ ഓൾ സ്ട്രക്ചർ വിൽ ഡിക്കേ ആഫ്റ്റർ എ വീക്ക്. ഇതെന്താ സംഭവം? ഒരു വീക്ക് കഴിയുമ്പോൾ ഈ സാധനം നശിച്ചു പോകും, അതാണോ? എൻ്റെ മോൻ, ഇവനിതൊക്കെ ഇത് എങ്ങനെ പണിത് വെച്ചേക്കുന്നത് കണ്ടാ? എൻ്റെ മോൾ. അയ്യോ ഗൈസ്, ഇപ്പം എനിക്ക് മനസ്സിലായി, ആ തോക്കിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ ചത്തുപോയത്. നമുക്കിനിപ്പോൾ എന്തായാലും വേറൊരു ലൊക്കേഷനോട്ട് സ്പോൺ ആവണം. ഇനിയിപ്പോൾ കണ്ടില്ലേ, 1 മിനിറ്റ് 49 സെക്കൻഡ്, ഭയങ്കര ടൈം ഇതാണ്. നമുക്കിനിപ്പോൾ വേറൊരു ലൊക്കേഷനിൽ പോവാം. അവിടെ ബേസ് ഉണ്ടാകുന്ന നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, ദാസാനത്തിന് നോക്കി. ഒമ്പോ ഇതിനൊക്കെ ഉണ്ടാ നിങ്ങ ചേട്ടാ? ഇതല്ലേ മറ്റേ ഗിഗ ഓനെ? ഈ സാധനം ഇത്രയും വലുതായിരുന്നാ? ഞാൻ നിൽക്കുമ്പോൾ നോക്കിയേ, ബെസ്റ്റ്. അത് ഇത്ര ഉള്ളു ഗിഗാൻ്റെ. എൻ്റെ അമ്പോ, അടിപൊളി. ഗൈസ്, ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും നമുക്ക് ഇവൻ്റെ ഈ ബേസിനകത്തോട്ടൊന്ന് കയറി നോക്കിയാലോ. വെടിവെക്കുന്ന ഐറ്റംസ് ഒന്നും ഇല്ല ഇവൻ്റെ കയ്യിൽ, ഇല്ലാന്ന് വിചാരിക്കും. നോക്കട്ടെ, മുകളൊക്കെ നോക്കട്ടെ. ഓക്കെ, ഒന്നും കാണുന്നില്ല. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും നോക്കാം നമുക്ക്. ഇത് 1000 ഉണ്ട് ഇവൻ്റെ ഹെൽത്ത്. പക്ഷെ ഇതൊന്നും പൊട്ടിക്കൽ പോസിബിൾ അല്ല. ഒന്ന് അടിച്ചു നോക്കിയാലോ. ഇത് പൊട്ടുന്നില്ല കേട്ടോ. ചെസ്റ്റ് ഇത് പൊട്ടുന്നില്ല. ഇത് ആംബർ വെച്ചിട്ടുള്ള മേടിക്കുന്ന ചെസ്റ്റാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ ആ ഏരിയയിൽ പോകണം. ആ ഏരിയയിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന എനിക്കറിയാൻ പാടില്ല. ഒരു മിനിറ്റ്, ഒളിച്ചു. ഓ ഗൈസ്, അതിൻ്റെ മുകളിലാണ് വെടിവെക്കുന്ന സാധനം തോന്നുന്നു കേട്ടോ. മുകളിലൊരു സാധനം കണ്ടാ? അതാ വെടിവെക്കുന്ന സാധനം തോന്നുന്നു. നോക്കട്ടെ, പയ്യെ നമുക്ക് പോവാം. പയ്യെ പോയിട്ട് അവൻ്റെ ബേസിലോട്ട് കയറാം. അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കാം നമുക്ക്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, ഇവിടെ ഒന്നുമില്ല. എല്ലാം മെറ്റൽ ഐറ്റംസ് ആണ് ഇതൊക്കെ. ടെക്ക് പില്ലർ ഇതടിച്ചാൽ പൊട്ടോ? ഇത് നമ്മുടെ ഇത് വെച്ചിട്ട് അടിച്ചാൽ എന്തായാലും സാധനം പൊട്ടൂലല്ലേ. കൊള്ളാം. ഒരു ഗ്യാപ്പ് ഒന്നും ഇല്ലല്ലോ ഇവിടെ കയറാൻ പറ്റിയത്. ഇല്ല ഗൈസ്, ഇവിടെ അങ്ങനെ അതാ സാധനം വെച്ചേക്ക് നോക്കാമേൻ. മറ്റേ ഇതൊക്കെ വെച്ചേക്ക് നോക്കി. ഇവിടത്തെ ഗ്യാപ്പുണ്ട്. വാ ഇവിടെ കയറാം. ഇവിടെ നിന്നൊരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. പക്ഷെ ഇതൊക്കെ അടച്ചിട്ടേക്കണേ, അതിനകത്തുനിന്നൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അതാണ് മെയിൻ പ്രശ്നം. അതാ ടെക്ക് ടെലിപ്പോർട്ടർ. ഇത് ഇത്രയും വലുതാണല്ലേ. കൊള്ളാം. ഇതെന്താ ഇത്? ഇത് അയ്യോ, കൊന്നു ഗൈസ്. അപ്പോൾ ഈ ഏരിയയിലുള്ള ഒരു ബേസ് കണ്ടില്ല. നമുക്കിനി അടുത്ത എവിടെ പോകണം? അവനെന്തോ എനിക്ക് തന്ന് ഗൈസ്. ടെറേൻ്റെ സാഡിലൊക്കെ തന്ന് ഗൈസ്. അയ്യോ, ഇവൻ കില്ലാടിയാട്ടാ. താങ്ക്സ്. നമുക്ക് ട്രൈബ് ഉണ്ടാകും നോക്കാം. ഡു യു ഹാവ് എനി ട്രൈബ്? ഓക്കെ. അവൻ പോയി. ഇതാ പോകുന്നവൻ. അവൻ്റെ പുറകെ പോവാം. അതാ പോകുന്നു. കിട്ടി. അവനെ കിട്ടി. അവൻ്റെ പുറകെ നമുക്ക് പോയി നോക്കാം എന്താ സംഭവം എന്ന് അറിയാലോ നമുക്ക്. ചിലപ്പോൾ ഇവൻ വല്ല ട്രൈബിലൊക്കെ ഉണ്ടാവും വേണമെങ്കിൽ. അപ്പം നമുക്ക് ഇവൻ്റെ ട്രൈബിൽ കയറിയിട്ട്
ഇവൻ്റെ ഡ്രസ്സും കാര്യങ്ങളും നമുക്ക് കിട്ടും. പിന്നെ ദിനോസറിനെയൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, അവൻ ഓടി പോകുന്നുണ്ട്. നമുക്ക് അവൻ്റെ പുറകെ തന്നെ വെച്ച് പിടിക്കാം. അത് ശരി, എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡ്രസ്സ് ഇടാം. എക്യുപ്പ് ഇവൻ തന്ന ഡ്രസ്സാണ് ഇത് രണ്ടും. ഓ, ഐ പ്ലേ 1 me 2 ആ പോലെ എടാ. അതവൻ അമ്പൊക്കെ വിടുന്നുണ്ട്. അവൻ്റെ അമ്പൊക്കെ ഉണ്ട് കേട്ടാ. അമ്പോ, അവൻ ആരാണ്ട് ഞാൻ പിടിക്കാൻ പോകുന്നതെന്ന് അവൻ. അതാ മറ്റേ സാധനം വരുന്നു. എടാ എൻ്റെ കയ്യിൽ അമ്പൊന്നും ഇല്ലടാ. അമ്പതാ. അയ്യോ, ഇത് മിക്കവാറും പണിയാകും. എന്നെ കൊല്ലിക്കാൻ വേണ്ടി വിളിച്ചാൽ തോന്നുന്നവൻ. അതെല്ലാവരും കൂടെ വട്ടടിക്കുന്നവനാ. ഇവനെ നമുക്ക് മറ്റേ സാധനം എടുത്ത് കൊടുക്കവന്. ഡ്രോപ്പ് ഇത് കൊടുക്കവന്. അപ്പോൾ അത് അവനെ എടുക്കട്ടെ. അപ്പോൾ അവനെ ആരും ഇവനെന്താ, ഓ പിക്ക് അവനെ പൈക്ക. ആ സാധനം കിട്ടി ഗൈസ്. യെസ്, താങ്ക്സ്. കുത്ത് കുത്തട്ടവനാ. നമുക്ക് ഇവനെ കുത്തിയിടാം. മാറാ, കുത്ത്. അയ്യോ ഗൈസ്, അവൻ പോയി കേട്ടോ. അയ്യോ എടാ, അതേപ്പുറക്ക് വരുന്നു ഗൈസ്. മറ്റവൻ പോയി. അതവൻ അവൻ അവിടെ ഉണ്ട്. എടാ ഇവൻ്റെ ഇവൻ വെറുതെ കില്ലാടിയാണ്ട് ഇവൻ. എന്തെങ്കിലും ഉണ്ട് ഇതിനകത്ത്. അതാ അമ്പ് കിട്ടി. ഓ, ഇതുങ്ങളുടെ എടുക്കാല്ലേ. ടേക്ക് ഓൾ. ഓക്കെ, നമ്മളെല്ലാം എടുത്തിട്ടുണ്ട്. കുത്തട്ടെ. കുറച്ച് ഇറച്ചി എടുക്കാം. അപ്പം നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് ഇറച്ചി ചുട്ട് തിന്നാം. ഓക്കെ, അത് അവൻ അടിക്കണം. അവൻ അവിടെ നിന്ന് വമ്പൻ അടിയാണ്. അവൻ ഇതെല്ലാം അവിടെ അടിക്കട്ടെ. നമുക്ക് അവൻ്റെ നിന്നിട്ട് ഏതെങ്കിലും ദിനോസറിനൊക്കെ നമുക്ക് എടുക്കാം. ഇതിനൊന്നുമില്ല കേട്ടോ. എന്തായാലും കുത്തിയെടുക്കാം. നമുക്ക് ഭക്ഷണത്തിന് ആവശ്യം വരും. കുത്ത് ഇറച്ചി ഇതിൻ്റെ ഇറച്ചി കിട്ടുന്നില്ല കേട്ടോ. ഇതിന് ഇറച്ചി ഇല്ല. അതാ നിൽക്കുന്നവൻ. അവൻ എന്തോ എനിക്ക് തന്നെയാണ് കയ്യ. അയ്യോ ഗൈസ്, നമുക്ക് മറ്റേ വിഷം കയറി. നമ്മൾ പോയിസണായി. മിക്കവാറും ഇവിടെ തലറിഞ്ഞ് വീഴും നമ്മൾ. ഓനോ, നമുക്ക് അവൻ്റെ പുറകെ തന്നെ പോവാം. അപ്പോൾ അവൻ നോക്കിക്കോളും നമ്മളാ. അവൻ്റെ പുറകെ തന്നെ ഓടിപ്പോട്ടെ ഞാൻ. അവനെനിക്ക് അമ്പും പില്ലും തന്ന്, പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നവൻ. അതവൻ പുല്ല് പറിക്കുന്നു. ബ്രോ ആഡ് മീ ഇൻ യുവർ ട്രൈബ്. അതാ പിന്നെയും കുത്തിട്ടി. ഇൻവിറ്റേഷൻ കിട്ടി ഗൈസ്. അക്സെപ്റ്റ് ട്രൈബ്. ഗൈസ്, അപ്പോൾ നമ്മൾ അവൻ്റെ ട്രൈബിൽ ജോയിൻ ആയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ട്രൈബ് ഓഫ് ടാക്സാ. ഓ, അവൻ്റെ പേരല്ലേ ഗൈസ്. അങ്ങനെ നമ്മൾ ഡെഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുഴപ്പമില്ലാതെ തോന്നുന്നു. ഇപ്പം അവൻ്റെ ട്രൈബിലല്ലേ. അപ്പോൾ അവൻ എവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അവൻ ഈ ഏരിയ തന്നെ കാണും. എന്തായാലും നമുക്ക് ഇവിടെ റീസ്പോൺ ആവാം അല്ലേ. ഇവിടെ റീസ്പോൺ ആയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാം നമുക്ക് അല്ലേ. അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ റീസ്പോൺ. അപ്പോൾ അവിടെ നിന്നല്ലോ. ഇവിടെയാണ് കുറച്ചുകൂടെ എളുപ്പം. നമുക്കപ്പോൾ ഇവിടെ റീസ്പോൺ ആവാം ഗൈസ്. നമ്മളെവിടെ നമ്മൾ ആ മലപ്പൊക്കത്താണ് ചത്തത്. വേഗം മലപ്പൊക്കത്തോട്ടെ. അവൻ മിക്കവാറും അവിടെ ഉണ്ടാവും. അവൻ തന്ന കുന്തന്ന എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും സോളായിട്ട് പോവുകയാണ്. നമുക്ക് എന്തായാലും നമ്മൾ വന്ന കാര്യം നമുക്ക് തീർക്കാം. നെക്സ്റ്റ് ബേസ് ഗൈസ്. അത് കണ്ട ഓട്ടമോന ഗൈസ്. നോക്കി ആർജെ നോക്കി. റൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഗൈസ്. ഇവിടെ എന്തോ ഒരു ടൂർണമെൻറ്റ് നടക്കണതാണ്. ഇത് കണ്ട. നമ്മളപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി നിൽക്കണം. അമ്പേ, ഭയങ്കര ഒരു വെട്ടം പോലെ ഇവിടെ. ഭയങ്കര വെട്ടം. എന്തോ ഉണ്ടല്ലോ ഇവിടെയൊക്കെ. ഇവിടെ എന്തോ ഒരു കളറൊക്കെ അടിച്ചിട്ടുണ്ട് ഇവന്മാര്. അവിടെ എന്താ വെട്ടം കത്തുന്ന സാധനം. കൊള്ളാം കേട്ടോ. ഇത് ഭയങ്കര കളർ തന്നെ. അത് ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. എനിക്കൊരു കണ്ണ് പിടിക്കുന്നില്ല. ഇതെടുക്കാൻ പറ്റുമോ നമുക്ക്? കുത്തട്ടെ. ഇത് പൊട്ടിക്കാൻ പറ്റും കേട്ടോ. ഇതൊന്നും നമുക്ക് പൊട്ടിക്കണ്ട. ഇവിടെ വേറെ ഐറ്റംസ് ഒന്നുമില്ലല്ലോ. വേറെ ഒന്നുമില്ല. നമുക്കപ്പോൾ എന്തായാലും പോവാം ഇവിടെ നിന്ന്. ഇതിലുള്ള ആളുണ്ട്. ഹലോ. എടാ, അവനെന്നെ കൊന്നടാ ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും സ്പോട്ടഡ്. നെക്സ്റ്റ് സ്ഥലം അത് നോക്കി. കമ്പൊക്കെ വെച്ചേക്ക് നോക്കി ഇവന്മാര് ഗൈസ്. അതിൻ്റെ മുകളിലും മറ്റേ വെടിവെക്കുന്ന സാധനം ഉണ്ട് തോന്നട്ടാ. ഇതിൻ്റെ മുകളിലില്ല കേട്ടോ. ഇതിൻ്റെ മുകളിലില്ല. ഭാഗ്യം രക്ഷപ്പെട്ട്. എനിക്ക് തോന്നുന്നു ഇവന്മാർ ഇവിടെ ബേസ് കണ്ടിരിക്കാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഏരിയയിൽ ബേസ് വെക്കാൻ പറ്റില്ല. അങ്ങനത്തെ എന്തോ സംഭവം ഉണ്ട്.
ഓക്കെ, ഇതിനുള്ളിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്കപ്പോൾ നെക്സ്റ്റ് സ്ഥലത്തോട്ട് പോവാം. ഗൈസ്, ഇവിടെ മൊത്തം അവൻ്റെ സാധനം ഉണ്ട്. അത് കണ്ടാ, അവൻ ആ കോല് കുത്തി വെച്ചേക്ക് നോക്കിയേ, ഫുള്ള് ഈ എടുക്കണ്ട, ഈ ആരും എടുക്കണ്ട എന്ന് പറഞ്ഞാണ് അവൻ അത് പണിതിട്ടേക്കുന്നത്. ഗൈസ്, ഇവിടെ മൊത്തം ഇട്ട് ഈ സാധനം നോക്കി, ഇവനിവിടെ ഫുള്ള് വെച്ചേക്കണേ. ഇത് ആരെ വെച്ചേക്കണേ ആവോ? മെറ്റൽ ഫൗണ്ടേഷൻ XR. ഇതെന്താ സാധനം? എന്തൊരു പേരാണ് അവൻ്റെ. എന്തായാലും നോക്കാം. ഇതാ ബെഡ് കണ്ടമാന ബെഡ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇവിടെയും ടെക്ക് ടെലിപ്പോർട്ടർ. ഇവിടെ ഇവൻ ഈ ഏരിയ ഫുള്ള് ഇങ്ങനെ കവർ ചെയ്ത് ചെയ്യുന്നുണ്ട്. ആരും ബേസ് വെക്കാണ്ടിരിക്കാനാ തോന്നുന്നട്ടാ. ഗൈസ്, അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോ വെച്ച് നിർത്തണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് എനിക്കൊരു ഇതെല്ലാം PvP ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഈ ബോട്ട് പണിത് പിന്നെ കുറച്ച് വെപ്പൺസും ഡ്രസ്സൊക്കെ വേണം, മഞ്ഞിൻ്റെ ഇതിലൊക്കെ പോകണം. പക്ഷെ അതെന്തായാലും എനിക്ക് കാണുന്നില്ല, കുഴപ്പമില്ല. എന്തായാലും കുറച്ച് ഐറ്റംസ് എനിക്ക് കാണുന്നുണ്ടായിരുന്നു, അതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കെന്തായാലും PvP എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് കളിക്കാൻ നല്ല ടാസ്ക്കാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ മറ്റേ നമ്മളൊരു ഒബ്ലിസിൻ്റെ അടുത്ത് പോയപ്പോൾ കണ്ടില്ലേ, ഇവൻ വന്നിട്ട് ഒരൊറ്റ അമ്പോട്ടിലാണ്, ഞാൻ അപ്പോൾ തന്നെ ചത്തുപോയി. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യമുണ്ട്. പിന്നെ നമുക്കൊരു ഫ്രണ്ടെന്ന് ഓക്കെ, നമുക്കൊരു ഫ്രണ്ടിന്ന് തന്നെ പറയാം. നമുക്ക് അവൻ മറ്റേ കുന്തം തന്ന് പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്ന് എന്തായാലും അടിപൊളിയായിരുന്നു. ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മുടെ PvE സർവർ, നമ്മുടെ സർവൈവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ നമ്മൾ ഫസ്റ്റ് ഒരു സീരീസ് ഇട്ടില്ല, അതേപോലത്തെ സപ്പോർട്ട് ഞാൻ പുതിയ നമ്മുടെ മൾട്ടിപ്ലെയറും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.